രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായ ഡൽഹി ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ 2024 ജൂൺ 28 പുലർച്ചെ ഒരാളുടെ ജീവനെടുത്ത അപകടമുണ്ടായി. ഒന്നാം ടെർമിനലിലെ മേൽക്കൂരയുടെ ഭാഗം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രതിദിനം 100 കണക്കിന് സർവീസുകൾ ഇടതടവില്ലാതെ നടക്കുന്ന തിരക്കേറിയ വിമാനത്താവളത്തിലാണ് ഇത്തരമൊരു അപകടം സംഭവിച്ചതെന്ന് ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. പ്രതിദിനം ഡൽഹി വിമാനത്താവളത്തിൽ നടക്കുന്നത് 1500-ലേറെ സർവീസുകളാണ്. 2023-ൽ 6.5 കോടി ആളുകളാണ് ഈ വിമാനത്താവളം വഴി യാത്ര ചെയ്തത്. ഏറ്റവും കൂടുതൽ ട്രാഫിക് രേഖപ്പെടുത്തിയ 2023 നവംബർ 28-ന് വിമാനത്താവളത്തിൽ നിന്ന് യാത്ര ചെയ്തവരുടെ എണ്ണം 2,21,000 ലോക നേതാക്കളടക്കം വന്നിറങ്ങുന്ന തലസ്ഥാന നഗരിയിലെ വിമാനത്താവളം കൂടിയാണിത്. വെള്ളിയാഴ്ചത്തെ അപകടത്തോടെ രാജ്യത്തെ പൊതുനിർമ്മിതികളുടെ സുരക്ഷയെക്കുറിച്ചും ആശങ്കകൾ ഉയർന്നു. വിമാനത്താവളത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നോക്കാം. ഡൽഹിയിൽ 2 ദിവസമായി തുടർന്ന കനത്ത കാറ്റിലും മഴയിലും വിമാനത്താവളത്തിന്റെ ടെർമിനൽ 1 മുന്നിലെ മേൽക്കൂരയും അതിനെ താങ്ങി നിർത്തിയിരുന്ന തൂണുകളും നിർത്തിയിട്ടിരുന്ന കാറുകൾക്കു മീതെ തകർന്ന് വീഴുകയായിരുന്നു. ആഭ്യന്തര സർവീസുകളാണ് ടെർമിനൽ 1-ൽ നടക്കുന്നത്. ടാക്സി ഡ്രൈവറായ രമേഷ് കുമാറാണ് അപകടത്തിൽ മരിച്ചത്. യാത്രക്കാരുടെ കാറുകൾ നിർത്തിയിടാനുള്ള ടെർമിനലിന് മുന്നിലെ ഭാഗത്തെ മേൽക്കൂരയിൽ മഴവെള്ളം കെട്ടിനിന്നതാണ് തകർച്ചയ്ക്ക് കാരണമായതെന്ന് അധികൃതർ പറഞ്ഞു. അതേസമയം അപകടമുണ്ടായ വിമാനത്താവളത്തിന്റെ ഭാഗത്തിന് എത്ര പഴക്കമുണ്ടെന്നതിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും 2 അഭിപ്രായത്തിലാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായി മാർച്ചിലാണ് ടെർമിനൽ 1-ലെ ഈ ഭാഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആരോപിച്ചു. എന്നാൽ തകർന്നു വീണ ഭാഗം നിർമ്മിച്ചത് 2008-9-ൽ UPA സർക്കാരിന്റെ കാലത്താണെന്നാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു പറഞ്ഞത്. വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ഏറ്റെടുത്തിട്ടുള്ള GMR ഗ്രൂപ്പ് സ്വകാര്യ കോൺട്രാക്ടർമാരെ കൊണ്ടാണ് ഈ ഭാഗം പണി കഴിപ്പിച്ചതെന്നും മന്ത്രി പറഞ്ഞു. 2008-ലാണെങ്കിൽ പോലും അതിനെ വലിയ പഴക്കമായി കണക്കാക്കാനാവില്ലെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു.